Hey, hello, welcome back to my YouTube channel. This is the Psycho Dog here. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ലോകം മുഴുവൻ ഫേമസ്, അത് ഇന്ത്യ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിലുള്ള മൺട്രോ തുരുത്ത് ഐലൻഡിലാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ഏറ്റവും മെയിൻ എൻജോയ്മെന്റ് എന്താണെന്ന് വെച്ചാൽ കയാക്കിംഗ്, അതുപോലെ ബോട്ടിങ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഫുൾ വാട്ടർ സ്പോർട്സ് ആണ്. ഇതെല്ലാം ഇവിടെ വന്ന ടൂറിസ്റ്റുകളാണ്. നമ്മൾ പിന്നെ ഇന്ന് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് നമ്മളൊരു ഫാമിലി ടൂറാണ് കേട്ടോ. ഇന്ന് അമ്മയുണ്ട്, സുമനജാനുണ്ട്, നമ്മുടെ അങ്കിൾ, കസിൻസ് എല്ലാവരും ഉണ്ട്. ഇതെല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അമ്മ, സുമനജാനുണ്ട്, നമ്മുടെ കസിൻസ്, അങ്കിളൊക്കെ ഉണ്ട്. ബ്രൂണോ എന്താണ് മലയാറ്റൂരിന് ശേഷം ഇപ്പോഴാണ് എല്ലാവരും ബ്രൂണോയെ കാണുന്നത്. ഇതാണ് എൻ്റെ മോനിച്ചങ്കിൾ, അമ്മയുടെ അനിയനാണ്, ബ്രൂണോയുടെ പപ്പയാണ്. ഇതാണ് മോനിച്ചങ്കിൾ. എൻ്റെ യൂട്യൂബ് ചാനല്, എൻ്റെ ബ്ലോഗാണ്. ഹായ് പറ. നമ്മളെല്ലാവരും ഇന്നിപ്പോ ഒരു ഫാമിലി ലെഷർ ടൈം പോലെ എന്തായാലും വന്നിട്ടുണ്ട്. നമ്മളൊരു കയാക്ക് എടുത്തിട്ട് തൊഴാനാണ് പരിപാടി. പക്ഷെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. പക്ഷെ ഇത് കുറവാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിലൊക്കെ അന്യായ തിരക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ സാധനമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷവും കാര്യങ്ങളെല്ലാം നമുക്ക് പോയ കാണിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് കയാക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പോയ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് സീ ദ വീഡിയോ. ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന സാധനം. ഡെക്കാത്തലോൺ അതെ. അതൊരു പാസ് ചെയ്ത് പോകുമ്പോൾ, ഉള്ളൊരു പാസ് ചെയ്ത് പോകുമ്പോൾ അതുപോലെ ഗ്ലാസിനകത്ത് ഡെമോയിൽ വെച്ച് ഡെക്കത്തോളം ഇരിക്കുന്നതാണ്. വാട്ടർ സ്പോർട്സ് നല്ല താല്പര്യമുള്ളവർ ഗിറ്റ്വിറ്റിന്റെ ആ സാധനം നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഡെക്കത്തോളിൽ എടുക്കാം കേട്ടോ. ഗായ്സ്, ബാക്കി രണ്ടുപേരും കൂടെ വരാനുള്ളവർ എത്തിയിട്ടുണ്ട്. റോഷാനും സഞ്ജു എത്തി. ഗായ്സ്, ഫുൾ എക്സൈറ്റഡ് അല്ലേ? എന്താ ഒരു ഉഷാറില്ലാത്ത? ബ്രൂണ് അവരൊക്കെ തോന്നിക്കുന്നു അവിടെ. നിങ്ങൾ അന്ന് എടുത്ത ആ കയക്കിന്റെ ആ സൈഡിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ബൈക്കും കൊണ്ട് അവൻ വന്ന ബൈക്ക്. അത് എന്ത് കാര്യമാണേലും ഒരു ചായയും തുടങ്ങാം. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിച്ചിരിക്കുകയാണ്. സഞ്ജു മോനെ, ചായ കുടിച്ചിട്ട് നേരെ കയാക്കിലോട്ട് പോകണം. ഇതാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്ന കയാക്കിങ്ങിന് പോകണം. അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ തുഴഞ്ഞ് തുടങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളപ്പോൾ ഇങ്ങനെ ജാക്കറ്റെല്ലാം സെറ്റാക്കി ഇവിടെ ജാക്കറ്റൊക്കെ ഇട്ട് തുടങ്ങിയതാണ്. ഇതാണ് നമ്മൾ എടുക്കുന്ന കയാക്ക്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങണം. ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് പോരാം. ഗായ്സ്, നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. റോഷ, എല്ലാരും സെറ്റല്ലേ? എന്താണ് ഇവന് മാത്രം എന്തോന്ന് ഇവന്റെ വെസ്റ്റ് ഇങ്ങനെ, നമുക്കൊക്കെ ഈ നോർമൽ ലൈഫ് ഗാർഡിന്റെ ഓഞ്ഞ വെസ്റ്റ് എങ്ങനെയാണേലും നമുക്കൊക്കെ ഈ ലൈഫ് ഗാർഡിന്റെ ഓഞ്ഞ വെസ്റ്റ്, ഇവന് മാത്രം. ഇവനെന്താ വീട്ടിൽ നിന്നുണ്ട്? ഇത് പറ്റത്തില്ല, ഇത് മോശമാണ്. ഓറഞ്ച് സാധനമൊക്കെ എന്റെ കഥയില് ഞാൻ തന്നെ അവരിറങ്ങി. അപ്പൊ നമ്മളെന്താ ഇറങ്ങട്ടെ? ഇപ്പൊ ലേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇറങ്ങട്ടെ. ചേട്ടാ സെറ്റല്ലേ? ഇറങ്ങാം. നമ്മളെന്താ ഇറങ്ങി. ഞാനും സഞ്ജു എന്താ ഒരു ബോട്ടിലാണ്. റോഷ പോന്ന്. വിചാരിച്ച പോലെ അടിപൊളി സാധനമാണ്. ഒരു രക്ഷയില്ല കേട്ടോ. സഞ്ജു പോലെ എങ്ങനെയാ? അയ്യോ, ഒരു രക്ഷയില്ല. തൊഴാൻ നല്ല രസം കേട്ടോ. ഒരാളെ ചുറ്റികൾ പോകുന്നു. റോഷ പോന്ന് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത കറങ്ങിയൊക്കെ വരുന്നത്. ഞങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുകയാണ്. എല്ലാരും വിചാരിക്കുന്ന വലിയ ക്ഷീണമൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എക്സസൈസ്. അതെ, വല്ലാത്ത എക്സസൈസ്. അതെ. നമ്മൾ കൊല്ലംകാരിൽ എത്ര പേര് ഇവിടെ മൺട്രോത്തുരുത്തി വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉള്ള കാര്യം പറയുവാണ്. ഇത്രയും സൂപ്പർ സ്പോട്ടാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവരെ പൊട്ടിക്കും. നല്ല ഹൈയില് നിൽക്കുക. ഹൈ ഓൺ പവറാണ്, ഫുൾ പവറാണ് ചെക്കൻ. അയ്യോ, ഒരു രക്ഷയില്ല പോരെ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഇന്ന് തുഴഞ്ഞു നോക്കട്ടെ. ബാക്കി എല്ലാം മത്സരം വെക്കാൻ പോവാണ്. അതെ, മത്സരം. അതെ, കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം. നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇതൊന്ന് തുഴയണ്ടായി. ഞാൻ കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചു തരാം.
സമയം 6:45 7 മണിയാവുന്നു. പക്ഷെ ഇതാണ് ഇവിടുത്തെ ഈ ഒരു വെട്ടവും കാര്യങ്ങളും എല്ലാം ആണ്. അടിപൊളി എക്സ്പീരിയൻസ്. കായലൊക്കെ തൊട്ട് തഴുകി നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് ദൂരം തൊടിഞ്ഞെത്താനുണ്ട്. നമ്മളെന്തായാലും പൊക്കോണ്ടിരിക്കുന്ന വഴിക്കല്ല ബാക്കി കാഴ്ചകളും കൂടെ കാണിച്ചു തരാം. ഗൈസ്, റോഷ വള്ളംകളിക്കാരൊക്കെ സമ്മതിക്കണ്ടേ ഇക്കണക്കിന്? ഒരു രക്ഷയില്ലല്ലേ? സത്യം, അതിപ്പോ മനസ്സിലായി. പങ്കായം കൈമാറല് നടക്കാണ് ഇവിടെ. മഞ്ഞപിടി. ഓക്കെ, സെറ്റ്. എങ്ങാനും പോയാൽ കായലിൽ നടക്ക് സ്റ്റക്ക്. അപ്പൊ നമ്മള് കണ്ണ് കാണാതാവുന്നതിന് മുമ്പ് ഇരുട്ടത്ത് എങ്ങനെ പെട്ടെന്ന് കര പിടിക്കാൻ നോക്കട്ടാ. പോരെ വഴി ഓർമ്മയുണ്ടോ നിനക്ക്? ഗൂഗിൾ മാപ്പ് കായലിന്റെ നടുക്ക്. ഇപ്പം ഭീകര. ഇവരെ വിശ്വാസമാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. കേട്ടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഏതെങ്കിലും കരയിൽ ചെന്ന് എന്തായാലും കേറും ഗൈസ്. അപ്പൊ ഇനി ബാക്കി തുഴയാൻ നോക്കട്ടെ. അതെ, അവരുടെ നേരെ നമ്മൾ പോവാണ് ഗൈസ്. വഴിയൊന്നും അറിയത്തില്ലെങ്കിലും. പാവ സഞ്ജു എനിക്ക് വേണ്ടി ഒരുപാട് തുഴഞ്ഞോണ്ടിരിക്കും. ഞാനും കൂടെ തുഴയട്ടെ ഗൈസ്. പോയിട്ട് വരാം. ചിലടത്ത് ചുട്ടരെ പൊട്ടിച്ചോട്ട് ഞങ്ങളുടെ ജീസസ് ക്ലബ് മുന്നിലെത്തിയിരിക്കുന്നു. പ്രേമ ഈ ദേശത്തെ വഴി എനിക്ക് അറിഞ്ഞുകൂടാ. ഇടിച്ച് കയറ്റി ഗൈസ് ഞങ്ങൾ. സഞ്ജുവിനെ മാത്രം കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇരുട്ടത്താണ്. നമ്മള് വന്നപ്പോ ഉള്ള സമയത്തല്ല, ഇപ്പൊ ലേറ്റായി. ഗൈസ്, നമ്മൾ തുഴഞ്ഞൊഴിച്ച് രാത്രിയായി. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു കലിങ്കുണ്ട്. ദേ ആ കാണുന്നൊരു കലിങ്കുണ്ട്. അവിടെ ഒരു കലിങ്കുണ്ട്. ആ കലിങ്ങിന്റെ ഇടയിൽ കൂടെ പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഫ്രണ്ടിലോട്ട് പോട്ടെ. ഇനി അവിടെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ അവസാനം തൊഴിൽ കരയെത്തി. വിയർത്ത് കുളിച്ച് കുഴഞ്ഞ്. സഞ്ജു മോനെ എങ്ങനെയുണ്ടായത്? റോഷ സെക്കൻഡ് ടൈം അല്ലേ? എങ്ങനെയുണ്ട്? ഒറ്റയ്ക്ക് തുഴഞ്ഞ് വന്ന് എന്റെ സന്തോഷ സഹചാരി സഞ്ജു മോൻ. ബാക്കി രണ്ടുപേരും അപ്പുറത്താണ് കയറിയിരിക്കുന്നത്. ഇപ്പൊ നമ്മള് കയാക്കിന്റെ എല്ലാം കൊടുത്തിട്ട് വരാം. കയാക്കിന്റെ പ്രൈസിംഗ് എന്ന് വെച്ചാൽ സിംഗിൾ ആണെങ്കിൽ 150 പെർ അവർ ആണ്, അതായത് 150 രൂപ. ഡബിൾ ആണെങ്കിൽ 300 പെർ അവർ, അതായത് 300 രൂപ ഒരു മണിക്കൂറത്തേക്ക്. എത്ര നേരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഫുള്ള് ചുറ്റി കറങ്ങി. ഇത്ര സ്ഥലമൊന്നുമില്ല. കായൽ ഫുള്ള് എവിടെ വേണമെങ്കിൽ ചുറ്റി കറങ്ങാം. അപ്പൊ ഗൈസ്, നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വരാം. ഗൈസ്, നമ്മളിപ്പോൾ കയാക്കെല്ലാം തിരിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ ഓൾറെഡി ഈ മൺട്രോത്തുരുത്ത് റോട്ടിൽ തന്നെയാണ്. നമ്മളിതാ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ചേട്ടന്മാരെ എന്തുണ്ട്? സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കും. ചേട്ടാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കയാക്കിങ്. എല്ലാം കഴിഞ്ഞ്. ചേട്ടാ, എന്തൊക്കെ ഉണ്ട് ഇവിടെ? കയാക്കിങ് മാത്രമല്ലാണ്ട് പിന്നെ പെഡൽ ബോട്ട്, പിന്നെ കൊട്ടവഞ്ചി, പിന്നെ വള്ളം. ആഴ്ച എല്ലാ ദിവസം ഉണ്ടല്ലോ കേട്ടോ. ഞായറാഴ്ച എല്ലാം ഉണ്ട്. ഓക്കെ. വൈകിട്ട് 6 വരെ ഉണ്ടാവില്ലേ? പിന്നെ അങ്ങോട്ട് നേരെ ഇരുട്ടുന്നുള്ളതുകൊണ്ട് ഓക്കെ ചേട്ടാ. അപ്പൊ ഓക്കെ, സെറ്റ് ചേട്ടാ. അപ്പൊ എന്തായാലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫുഡ് ആയിട്ട് എല്ലാം ഉണ്ട്. ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. മൺട്രോ എസ് വളവ്. ലൊക്കേഷൻ മറക്കണ്ട, മൺട്രോ എസ് വളവ്. അപ്പൊ ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പൊ എല്ലാവരും കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ ചേട്ടാ. ഗായ്സ്, ഇതാണ് മൺട്രോത്തുരുത്ത് എസ് വളവ്. ഇതാണ് സ്പോട്ട് കേട്ടോ. ഇവിടാണ് വരേണ്ടത് കയാക്കിങ്ങിന്. കഴിവതും പകല് തന്നെ വരാൻ നോക്കുക. പകല് വന്നാലേ ഈ ബ്യൂട്ടി മുഴുവൻ എൻജോയ് ചെയ്യാനും അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാനും എല്ലാം പറ്റത്തുള്ളൂ. മാംഗ്രോവ്സിൻ്റെ അടിയിൽ കൂടെ പോകാനും പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, വാട്ടർ പ്രൂഫ് അല്ലേ ഫോൺ കയ്യിലെടുക്കരുത്. കുണമാവൊരു നാടുവാണോ? അപ്പൊ എല്ലാവരും എത്തി. അമ്മച്ചി എത്തി. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ മൺട്രോത്തുരുത്ത്? അടിപൊളിയല്ലേ? അമ്മച്ചി 40 കൊല്ലത്തിന് ശേഷം അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അമ്മ? മാറ്റമൊക്കെ ഉണ്ടോ ഇവിടെ? അതാ, ഫുള്ള് മാറിപ്പോയി. അപ്പൊ കൊല്ലംകാരും ഉണ്ടെങ്കിലും അല്ലെ പുറത്ത് ആരാണേലും കിഡില്ല ഒരു അഡ്വഞ്ചർ സ്പോട്ട് പോലെയാണ്. പുഴയും നല്ല സ്പോട്ടാണ്, വാട്ടർ സ്പോട്ടാണ്. എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അങ്ങളെ എങ്ങനെ ഉണ്ട്? അങ്ങളെ മൺട്രോത്തുരുത്ത് വന്നിട്ട് പൊളിച്ചില്ലേ? ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ നമുക്ക്? ഇനി അടുത്ത നമുക്ക് വേറെ ബോട്ടിംഗ് എക്സ്പീരിയൻസ് പിടിക്കണം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ്. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒതുക്കുകയാണ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യണം മാക്സിമം ആൾക്കാർക്ക്. സോ സ്റ്റേ സേഫ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഫുഡും കഴിക്കണം. എല്ലാവർക്കും വീട്ടിൽ പോകാൻ സമയമായി. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഗൈസ്, വീണ്ടും സന്ധിക്കും വരേക്കും
ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്